ഇന്തിളാറു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ നന്നായി കാത്തിരിക്കണം. പരിശുദ്ധമായ റമളാനിന്റെ സൗന്ദര്യമാണ് ലൈലത്തുൽ ഖദർ. 80 മാസങ്ങളെ മറികടക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. പരിശുദ്ധമായ ഖുർആനിന്റെ 3 അവതരണങ്ങളിൽ ഒരു അവതരണം നടന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ബറാഅത്ത് രാവിന്റെ എന്ന് തുടങ്ങിയൊരു കർമ്മം, അഥവാ ഓരോ മനുഷ്യന്റെയും ഒരു വർഷത്തെ നടപ്പു വർഷങ്ങളിലെ ജനന മരണങ്ങൾ അത് മലായികത്ത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് എഴുതി തുടങ്ങി. അത് പൂർത്തിയാവുന്ന രാവും കൂടിയാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയതാണ്, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ആരെങ്കിലും ഉറക്കൊടിച്ച് ഇബാദത്ത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപബന്ധനങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. പാപബന്ധനങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്റിന്റെ പൊരുത്തം നേടിയെടുക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആ റമളാനിലെ 8ാമത്തെ കർമ്മമാണ് പരിശുദ്ധമായ ഖുർആനോത്ത്. പരിശുദ്ധമായ ഖുർആനോത്ത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വഹീഹു മുസ്ലിമിൽ കാണാം, ഹദീസിന്റെ കിതാബുകളിൽ കാണാം. വകാന ജിബ്രീലു യൽഖാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ ഫയുദാരിസുൽ ഖുർആൻ. പരിശുദ്ധമായ റമളാനിലെ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും അങ്ങോട്ടും ഇങ്ങോട്ടും പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്ത് കേൾക്കുമായിരുന്നു. അതുകൊണ്ട് റമളാനിന്റെ സൗന്ദര്യമാണ് പരിശുദ്ധമായ ഖുർആനോത്ത്. സ്വഹാബത്തിന്റെ മഹനീയമായ ജീവിതശീലം പറഞ്ഞെടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രത്യേകം രേഖപ്പെടുത്തുന്നത് കാണാം. ശഅബാൻ കടന്നു വന്നാൽ തന്നെ റമളാനിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൻഖബ്ബു അലാ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനോത്തിന് വേണ്ടി അവരങ്ങ് ചടഞ്ഞുകൂടിയിരിക്കുന്നതാണ്, അഭിരമിക്കുന്നതാണ്. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. ആ റമളാനിന്റെ 9ാമത്തെ കർമ്മമാണ് ദാനധർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞെടുത്ത് കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ബിൽ ഖൈരി വകാന അജ്വദ മാ യകൂനു ഫീ ശഹ്രി റമളാൻ ഹത്താ യൻസലിഖ ഫയതീനി ജിബ്രീൽ അലൈഹിസ്സലാം ഫയഅരിദു അലൈഹിൽ ഖുർആൻ ഫഹീന യൽഖാഹു ജിബ്രീൽ ഫഹീന യൽഖാനി ജിബ്രീൽ അലൈഹിസ്സലാം കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ബിൽ ഖൈരി മിനർ റീഹിൽ മുർസലതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ ഏറ്റവും നന്നായി ദാനധർമ്മം ചെയ്യുന്നയാളാണ്. മറ്റുള്ള മാസങ്ങളിൽ ദാനധർമ്മമുണ്ട്, പരിശുദ്ധമായ റമളാനിൽ കാറ്റിന്റെ വേഗതയിലാണ് ധർമ്മം. കയ്യിലെന്തെത്തിയാലും വളരെ പെട്ടെന്ന് തീരുന്ന കോലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റീഹുൽ മുർസലത്തിനേക്കാളും വേഗതയിൽ ദാനധർമ്മം ചെയ്യാറുണ്ട്. പരിശുദ്ധമായ റമളാനിൽ അങ്ങനെയാണ് എന്ന് സ്വഹാബത്ത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത് കാണാം. ഇനി ആ റമളാനിന്റെ 5ാമത്തെ കർമ്മമാണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് മറ്റുള്ള മാസങ്ങളിലുമുണ്ട്, പക്ഷേ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിന് വേണ്ടി പ്രത്യേകം കരുതിയിരുന്നു. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുജാബിറു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. പരിശുദ്ധമായ റമളാനിലെ വിശേഷിച്ചും അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുജാവറത്ത് ചെയ്യാറുണ്ടായിരുന്നു, അഥവാ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രയോഗമാണ്. അതുകൊണ്ട് റമളാനിന്റെ പകലിലെയും രാത്രിയിലെയും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗന്ദര്യമാണത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ റമളാനിലെ 11ാമത്തെ കർമ്മമാണ് വിശേഷ ദിനങ്ങളിലെ അദ്കാറുകൾ. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്, 2ാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്, 3ാമത്തെ 10 ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന 10ആണ്. ഓരോ 10ലും സന്ദർഭോചിതമായ അദ്കാറുകളുണ്ട്. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ആയതുകൊണ്ട് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, കരുണാനിധിയായ അല്ലാഹുവേ റഹ്മത്ത് ചൊരിയണേ തമ്പുരാനെ.
രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ നിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് എന്നെ പരിപൂർണമായും വിമലീകരിക്കണമേ, എന്നെ പരിപൂർണമായും ശുദ്ധീകരിക്കണമേ. അവസാനത്തെ 10 ഇത്ഖിന്റെ 10 നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന 10 അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് വിശേഷ ദിനങ്ങളിലെ അദ്കാറുകൾ അത് ചൊല്ലുമെന്ന പ്രതിജ്ഞ മനസ്സി സമയത്ത് വേണം. അതുപോലെ റമദാനിലെ 12ാമത്തെ കർമ്മമാണ് ഖിയാമുൽ ലൈൽ. മറ്റുള്ള ദിവസങ്ങളിലും തഹജ്ജുദ് നിസ്കാരമുണ്ട്, മറ്റുള്ള സന്ദർഭങ്ങളിലും തഹജ്ജുദ് നിസ്കാരമുണ്ട്. പക്ഷേ പരിശുദ്ധമായ റമദാൻ കടന്നു വന്നാൽ പ്രത്യേകമായി ഖിയാമുൽ ലൈൽ കൊണ്ട് സജീവമാക്കുന്നത്, തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ധന്യമാക്കുന്നത് പൂർവികർ കാണിച്ചു തന്ന ശീലമാണ്. അല്ലാഹ് ഭാഗ്യം നൽകണേ റബ്ബേ. 13ാമത്തെ കർമ്മമാണ് റമദാൻ പകുതി കഴിഞ്ഞാൽ വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് പ്രത്യേകമായി ഓതൽ സുന്നത്തുണ്ട്. 14ാമത്തെ കർമ്മം ഓരോ ഇൽമിന്റെ മജ്ലിസും സജീവമാകുന്ന മാസമാണ് റമദാൻ. 15ാമത്തെ കർമ്മം ബദരീങ്ങളായ മഹാന്മാരെ ആത്മാർത്ഥമായി ഓർക്കാനും അനുസ്മരിക്കാനും അവരുടെ കമനീയമായ ജീവിതത്തിലൂടെ സഞ്ചരിക്കാനും പറ്റിയ സന്ദർഭമാണ് റമദാൻ. ഇങ്ങനെ പരിശുദ്ധമായ റമദാനിലേക്ക് നോക്കി 15 പ്രധാനപ്പെട്ട കർമ്മങ്ങൾ. ചിലത് നേരിട്ട് റമദാനുമായി ബന്ധമുള്ളതാണ്, ചിലത് പരോക്ഷമായി റമദാനുമായി ബന്ധമുള്ളതാണ്. ആ പ്രതിജ്ഞ മനസ്സോടുകൂടെ വേണം റമദാനിന്റെ ഭൂമികയിലേക്ക് കടക്കാൻ. അല്ലാഹു തആല അതിനുള്ള ആരോഗ്യവും തൗഫീഖും തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ആരോഗ്യവും തൗഫീഖും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. 6ാമത്തെ പോയിന്റ് റമദാനിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ട 6ാമത്തെ പോയിന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റമദാൻ മുന്നൊരുക്ക പ്രഭാഷണമാണ്. റമദാൻ മുന്നൊരുക്ക പ്രഭാഷണം ഞാനോ നിങ്ങളോ ആരംഭിച്ചതല്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ദൈർഘ്യമേറിയ ഹദീസിൽ അത് കാണാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ കുറിച്ചിടണം. ശഅബാൻ ഉൾക്കൊള്ളണം. ശരീരം കൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങണം, മനസ്സുകൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങണം, പരിസരം കൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങണം. റമദാൻ ഉൾക്കൊള്ളുന്ന 15 പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അത് നന്നായി പഠിക്കണം, അതിലെ കുറ്റമറ്റ കർമ്മങ്ങളായി മാറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്യണം. 6ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റമദാൻ മുന്നൊരുക്ക പ്രഭാഷണമാണ്. അബുൽ ലൈസി സമർഖന്ദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം. നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിവായത്ത്, ശഅബാനിന്റെ അവസാനത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രസംഗമാണത്. ഈ സദസ്സിന്റെ ബറക്കത്തിന് വേണ്ടി ആ പ്രസംഗം കേൾപ്പിക്കുകയാണ്. അയ്യുഹന്നാസ് ലഖദ് അളല്ലകും ശഹറുൻ അളീമുൻ ശഹറുൻ മുബാറകുൻ ശഹറുൻ ഫീഹി ലൈലത്തുൽ ഖദർ وهي خير من ألف شهر فرض الله صياما وجعل قيام ليله تطوعا فمن تطوع بخصلة من الخير كان كمن ندى فريضة فيما سوى ومن ندى فريضة في كان كمن ندى 70 فريضة فيما سوى وهو شهر الصبر والصبر ثوابه الجنة وشهر المواساة وشهر يزاد فيه رزق المؤمن من فطر فيه صائما كان له عتق رقبة ومغفرة لذنوبه قلنا يا رسول الله ليس كلنا يجد ما يفطر به صائما قال النبي صلى الله عليه وسلم يعطي الله هذا الثواب من فطر صائما على مذقة لبن أو تمرة أو شربة ماء
ومن أشبع صائما كانت له مغفرة لذنوبه وسقاه ربه من حوضي شربة لا يظمأ بعدها حتى يدخل الجنة وكان له أجر مثل أجره من غير أن ينقص من أجره شيء وهو شهر أوله رحمة وأوسطه مغفرة وآخره عتق من النار ومن خفف عن مملوكه فيه أعتقه الله من النار. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിന്റെ അവസാനത്തെ ദിവസം നടത്തിയ മനോഹരമായ റമദാൻ മുന്നൊരുക്ക പ്രഭാഷണമാണ്. അല്ലയോ ജനങ്ങളെ, വല്ലാത്ത മാസമാണ് നിങ്ങളിലേക്ക് ഇത് തണലിടാൻ പോകുന്നത്. അതിലൊരു രാവുണ്ട്, വളരെ പ്രധാനപ്പെട്ട രാവാണ്. അതിലെ പകല് നോമ്പ് നിർബന്ധമാണ്. അതിലെ രാത്രിയിലെ തറാവീഹ് നിസ്കാരം സുന്നത്താണ്. ആ മാസം ഒരു സുന്നത്ത് നിർവഹിച്ചാൽ ഫർദിന്റെ കൂലിയാണ്. ആ മാസം ഒരു ഫർദ് നിർവഹിച്ചാൽ മറ്റുള്ള മാസങ്ങളിലെ 70 ഫർദുകളുടെ സ്ഥാനത്താണ്. ആ മാസം ക്ഷമയുടേതാണ്. ക്ഷമയ്ക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് സ്വർഗമാണ്. ആ മാസം സഹകരണത്തിൻ്റെതാണ്. ആ മാസം മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ജോലികളിലും വിഭവങ്ങളിലും ഭക്ഷണങ്ങളിലും അല്ലാഹു തആല ബറക്കത്ത് ചെയ്തു കൊടുക്കുന്ന മാസമാണ്. ആരാന നോമ്പ് തുറപ്പിച്ചാൽ അവർക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്നതാണ്. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമദാനിനോട് വലിയ താല്പര്യമുണ്ടാകുന്ന രീതിയിൽ റമദാൻ മുന്നൊരുക്ക പ്രഭാഷണം നടത്തി. ശഅബാൻ അവസാനത്തെ ദിവസം അല്ലാഹുവേ നന്നായി മുന്നൊരുങ്ങാൻ തൗഫീഖ് നൽകണേ റബ്ബേ, തയ്യാറെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. 7ാമത്തെ പോയിന്റ്, ആ റമദാൻ എങ്ങാനും അനുകൂലമാവാതെ പോയാൽ അനുഭവിക്കേണ്ടി വരുന്ന തിക്തഫലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയുടെ പടികൾ കയറുന്ന സമയത്ത് 3 തവണ ആമീൻ പറഞ്ഞ സംഭവം നമുക്കറിയാം. ദുആ ഇല്ലാതെ 3 ആമീൻ അങ്ങ് പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുആ ഇല്ലാതെ 3 തവണ ആമീൻ പറഞ്ഞതെന്തിനാണ്? ദുആ ഇല്ലാതെ 3 തവണ ആമീൻ പറഞ്ഞതെന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, സ്വഹാബാ, മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 3 പ്രാർത്ഥനകൾ നടത്തി. 3 പ്രാർത്ഥനകൾ നടത്തി. ആ 3 പ്രാർത്ഥനകൾക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത്, റഗീം അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ ثم انسلخ قبل ان يغفر له. ഒരാളിലേക്ക് റമദാൻ കടന്നു വന്നു, ആ റമദാൻ തീരുകയും ചെയ്തു. റമദാൻ കൊണ്ട് മഗ്ഫിറത്ത് നേടിയെടുത്തില്ല, റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങളൊന്നും നേടിയെടുത്തില്ല. അങ്ങനെ റമദാൻ തീർന്നുപോയി. അങ്ങനെയുള്ള മനുഷ്യന്റെ മൂക്ക് മണ്ണിനോട് ചേരട്ടെ, അവൻ അമ്പേ പരാജയപ്പെടട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെ പോവട്ടെ എന്ന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്. റഗീം അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ ثم انسلخ قبل ان يغفر له. ഒരാളിലേക്ക് റമദാൻ സമാഗതമായി, ആ റമദാൻ തീർന്നു പോവുകയും ചെയ്തു. റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു മഗ്ഫിറത്തും റഹ്മത്തും നേടിയെടുക്കാതെ പോവുകയും ചെയ്താൽ അവൻ അമ്പേ പരാജിതനാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ് എന്ന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥനാ സ്വരത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അതിനാമീൻ പറഞ്ഞതാണ്. അല്ലാഹുവേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കടന്നു വരുന്ന പരിശുദ്ധമായ റമദാനിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകണേ റബ്ബേ. റമദാനിനെ കുറിച്ച് പഠിച്ച് ശഅബാനിൽ നിന്ന് തന്നെ റമദാനിലേക്ക് നോക്കി ആ റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടിയ വലിയ മഹാന്മാർ നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഷഹ്റസ്സുയാമി ലഖദ് അലൗത മുകറമ വഗദൗത മിൻ ബൈനി ശുഹൂരി മുഅല്ലമ യാ സ്വാഇമി റമദാന ഹാദാ ശഹ്റുകും ഫീഹി യബാഹകുമുൽ മുഹൈമിനു മഗ്നമാ യാ ഫൗസ മൻ ആത്വഅ ഫീഹി ഇലാഹു മുതഖർരിബൻ മുതജന്നിബൻ മാ ഹറമ فالويل كل الويل للعاصي الذي في شهره
يكل الحرام وأجرما റജബിൽ നിന്നേ പരിശുദ്ധമായ റമദാനിനെ കുറിച്ച് പഠിച്ച് ആ റമദാനിനെ സ്നേഹിച്ച് റമദാനിലേക്ക് നോക്കി റജബിന്റെ പകലിലും ഷഅബാനിന്റെ പകലിലും റജബിന്റെയും ഷഅബാനിന്റെയും ദിനരാത്രങ്ങളിൽ പൂർവീകരായ മഹാന്മാര് പാടിപ്പോയ പാട്ടാണത്. ഷഹറസ്വിയാമി ലഖദ് അലൗത മുകറമ വഗദൗത മിൻ ബൈനി ശുഹൂരി മുഅല്ലമ യാ സ്വാഇമി റമദാൻ هذا شهركم فيه يباحكم المهيمن مغنما يا فوز من أطاع فيه إلهه متقربا متجنبا ما حرم فالويل كل الويل للعاصي الذي في شهره يكل الحرام وأجرما അല്ലയോ റമദാനെ, നീ എത്രമാത്രം ഉന്നതനാണ്, നിന്നിൽ ഒരുപാട് അവസരങ്ങളാണ്. നിന്നെ ഉപയോഗപ്പെടുത്തിയവൻ ഭാഗ്യവാൻ, നിന്നെ ദുരുപയോഗം ചെയ്തവൻ ഹതഭാഗ്യവാൻ. റമദാനിലേക്ക് നോക്കി ആവേശത്തോടുകൂടെ പാടിയ മഹാന്മാർ, അല്ലാ ഞങ്ങൾക്കൊരുങ്ങാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാമ ജൗസി റളിയല്ലാഹു അൻഹുവിന്റെ കമനീയമായ ജീവിതത്തിൽ ഒരു മുഹൂർത്തം ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവരിയർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് പറഞ്ഞതോർക്കുകയാണ്. അഥവാ അൽ ഇബാറാത്തു ഖൂത്തുൽ ആയിലത്തുൽ മുസ്തമിഈൻ, പറയുന്ന ഓരോ വാക്കുകളും ശ്രോതാക്കളിലെ ദരിദ്രർക്കുള്ള ഭക്ഷണമെന്ന ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ സുവിദിതമായ ഹിക്മത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അഭിവന്ദ്യ ഗുരുവരിയർ ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞൊരു ചരിത്രം കാണാം. ഷഅബാൻ 20 പിന്നിട്ട സമയം, ഇനി 10 ദിവസങ്ങളെ റമദാനിന് ബാക്കിയുള്ളൂ. 10 ദിവസം കഴിഞ്ഞാൽ റമദാനിലേക്ക് കടക്കാൻ പോവുകയാണ്. ആ സമയത്ത് അല്ലാമ ജൗസി റളിയല്ലാഹു അൻഹു, മനം നിറയെ റമദാനും ഏറ്റി നടക്കുന്ന ജൗസി റളിയല്ലാഹു അൻഹു, ബുസ്റായുടെ അങ്ങാടിയിൽ വെച്ച് കേട്ടൊരു കവിത, ആ കവിത അദ്ദേഹത്തെ സ്വാധീനിച്ചൊരു ചരിത്രം പറയുന്നത് കാണാം. ഒരു കള്ളുകുടിയനായ മനുഷ്യൻ, ഒരു മദ്യപാനിയായ മനുഷ്യൻ ലക്കും ലഗാനുമില്ലാതെ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അയാളിങ്ങനെ പാടുന്നുണ്ട്, ഇദൽ ഈശിറൂന മിൻ ശഅബാന വല്ലതി ഫവാസിൽ ശുർബ ലൈലിക ബിന്നാരി വലാ തശ്റബി അഖദാഹിൻ സിഗാരി ഫഇന്നൽ വഖത ലാഖഅനി സിഗാരി. കള്ളുകുടിയനായ മനുഷ്യൻ, മദ്യപാനിയായ മനുഷ്യൻ, ലക്കും ലഗാനുമില്ലാതെ ആ തെരുവിലൂടെ ഓടി നടന്നുകൊണ്ട് പാടിയ പാട്ട്, ഇദൽ ഈശുറൂന മിൻ ശഅബാന വല്ലതി ഫവാസിൽ ശുർബ ലൈലിക ബിന്നഹാരി വലാ തശ്റബി അഖദാഹിൻ സിഗാരി ഫഇന്നൽ വഖത ലാഖഅനി സിഗാരി. ശഅബാൻ ഇതാ 20 പിന്നിട്ടിരിക്കുന്നു. റമദാനിന് 10 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. റമദാനായാൽ കള്ളു കുടിക്കാൻ കഴിയാതെ പോകും. റമദാനായാൽ കള്ളു കുടിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് ഈ 10 ദിവസം നന്നായി കുടിക്കണം. ചെറിയ ഗ്ലാസ്സിൽ കുടിച്ചാൽ പോരാ, വലിയ ഗ്ലാസ്സിൽ തന്നെ കുടിക്കണം. ഒരു നേരം കുടിച്ചാൽ പോരാ, മുഴു സമയവും കുടിക്കണം. റമദാനായാൽ കള്ളു കുടിക്കാൻ കഴിയുമോ ഇല്ലേ എന്ന ദുഃഖം കൊണ്ട് ആ മനുഷ്യനങ്ങനെ പാടിയതാണ്. അതുകൊണ്ട് ഈ 10 ദിവസം ശഅബാനിൽ നിന്ന് ബാക്കി നിൽക്കുന്ന 10 ദിവസം ഒരുപാട് കുടിക്കണം. വലിയ ഗ്ലാസ്സിൽ തന്നെ കുടിക്കണം, മുഴു സമയവും കുടിക്കണം. പക്ഷേ ഈ വരി അല്ലാമ ജൗസി റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. മനം നിറയെ റമദാനാണ്. റജബും ശഅബാനും നന്നായി ഉപയോഗപ്പെടുത്തിയ ആളാണ്. റമദാനിനെ സ്നേഹിച്ച് നടക്കുമ്പോഴാണ് ഒരു കള്ളുകുടിയനായ മനുഷ്യന്റെ ഈ ഒരു അശ്ലീലമായ പാട്ട് കേൾക്കുന്നത്. ആ പാട്ടിൽ നിന്ന് അല്ലാമ ജൗസി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയെടുത്ത ആശയം അൽ ഇബാറാത്തു ഖൂത്തുൽ ആയിലത്തുൽ മുസ്തമിഈൻ, പറയുന്ന ഓരോ വാക്കുകളും ഓരോരുത്തരെ ആപേക്ഷികമായി പലരെയും പല രൂപത്തിലാണ് സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇദൽ ഈശറൂന മിൻ ശഅബാന വല്ലതി ഫവാസിൽ ശുർബ ലൈലിക ബിന്നഹാരി വലാ തശ്റബി അഖദാഹിൻ സിഗാരി
فإن الوقت ضاق عن الصغار അല്ലാഹ് ശഅബാൻ 20 പിന്നിട്ടിരിക്കുന്നു. റമദാനിന്റെ 10 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. റമദാനായാൽ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ അവസരം ലഭിക്കാതെ പോകും. അതുകൊണ്ട് ഈ 10 ദിവസം വലിയ ഇബാദത്ത് തന്നെ ചെയ്യണം. ചെറിയ ഇബാദത്ത് ചെയ്താൽ പോരാ, വലിയ ഇബാദത്ത് തന്നെ ചെയ്യണം. ഒരു നേരം ഇബാദത്ത് ചെയ്താൽ പോരാ, മുഴു സമയവും ഇബാദത്ത് ചെയ്യണം. മുഴു സമയവും ഇബാദത്ത് ചെയ്യണം. പരിശുദ്ധമായ റമദാൻ സമാഗതമായാൽ ഇബാദത്തിന് സമയം തികയാതെ വരും. കള്ളുകുടിയനായ മനുഷ്യന്റെ പാട്ടിൽ നിന്ന് പോലും ആത്മീയമായ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുമാറ് വിധത്തിൽ മനം നിറയെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പരിശുദ്ധമായ റമദാനിനോടുള്ള സ്നേഹം. അല്ലാഹുവേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ റമദാനിനു വേണ്ടി ഒരുങ്ങാനും റമദാനിനു വേണ്ടി തയ്യാറെടുക്കാനും റമദാനിനെ ചിട്ടപ്പെടുത്താനുമുള്ള വലിയ എനർജിയായി ഊർജമായി സ്വീകരിക്കണേ അല്ലാഹ്. ഏതു സമയത്താണ് മരണം മാടി വിളിക്കുന്നത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അല്ലാഹുവേ, ഒരുപാട് റജബുകളെയും ഒരുപാട് ശഅബാനുകളെയും ഒരുപാട് റമദാനുകളെയും വരവേൽക്കാനും പൂർത്തീകരിക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനേ. മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏത് റമദാനാവട്ടെ, സൽവിശേഷ ദിനങ്ങളാവട്ടെ, അതിനു വേണ്ടി ഒരുങ്ങാനുള്ള വിശാലമായ മനസ്സ് നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് കഫാബിൽ മൗതി വാഇളൻ യാ ഉമറു, കഫാബിൽ മൗതി വാഇളൻ യാ ഉമറു. മോതിരക്കല്ലിൽ ചിന്തനീയമായ വരി കൊത്തിവെക്കുന്നത് പൂർവികരായ മഹാന്മാരുടെ ശീലമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോതിരക്കല്ലിലുള്ളത് കഫാബിൽ മൗതി വാഇളൻ യാ ഉമർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് നിഅമൽ ഖാദിറു അല്ലാഹ്, എന്തിനും ഏതിനും കഴിവുള്ളവൻ അല്ലാഹുവാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് ആമൻതു ബില്ലാഹി മുഖ്ലിസ്വാ, അല്ലാഹുവിൽ നിഷ്കളങ്കമായി ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് അൽ മലികു അല്ലാഹ്, സർവാധികാരി ഏകാധിപതി അല്ലാഹുവാണ്. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു തന്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വന്തം മകനോട് മോതിരക്കല്ലിൽ കൊത്തിവെക്കാൻ പറഞ്ഞത് റഹിമല്ലാഹു ഇംറഅൻ അറഫ ഖദറ നഫ്സിഹി, സ്വന്തം നിലവാരം മനസ്സിലാക്കിയവന് അല്ലാഹു തആല റഹ്മത്ത് കൊടുക്കട്ടെ. ഇങ്ങനെ മോതിരക്കല്ല് ഉപയോഗപ്പെടുത്തി ആത്മീയമായ ചിന്ത ശേഖരിച്ച എത്രയോ മഹാന്മാരുണ്ട്. അതിലൊരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എഴുതി വെച്ചത് കഫാബിൽ മൗതി വാഇളൻ യാ ഉമറു. ഒരു ഉപദേശകന്റെ ഉപദേശത്തെക്കാളേറെ, ഒരു ലേഖകന്റെ ലേഖനത്തെക്കാളേറെ, ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തെക്കാളേറെ, ഒരു അവതാരകന്റെ അവതരണത്തെക്കാളേറെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് ആരാന്റെ മരണമാണ് ഉമർ, ആരാന്റെ മരണമാണ് ഉമർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളെയും രാവുകളെയും പകലുകളെയും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ റഹ്മാനേ. ജന്മം അത്ഭുതമറിയിച്ച് ജയ്ഷിൻ ജൂഅ് ശമീപിച്ച് ജൂദിൽ ബഹറെ തോൽപ്പിച്ച് ജാബിർ നബിയിൽ സ്വല്ലല്ലാഹ് ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.